ഹലോ. എന്താണെന്നറിയില്ല, ഈ സിറ്റിയിലെത്തുമ്പോൾ ഞാൻ ഭയങ്കര മടിച്ചേറ്റ് മാറും. അങ്ങനെ 2 ദിവസത്തെ പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ട്. ഞാൻ എന്നെ പാമ്പർ ചെയ്ത് ഞാൻ തന്നെ അവസാനം മടിയും മല ചുമക്കും പോലെ എല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. ഒരു ഹാഫ് ഡേ എൻ്റെത് ഇവിടെ ക്ലീൻ ചെയ്യാനാണ് പോയത്. അങ്ങനെ ഒരുവിധം വൃത്തിയാക്കി ഇനി വാക്വം ചെയ്ത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം എനിക്ക് ലോണ്ടറി ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിച്ച് ഗ്രിൽ പാർട്ടിക്ക് പോകാൻ. നാളെ ഞാൻ മ്യൂണിക്കിലേക്ക് തിരിച്ചു പോവുകയാണ്. അതാണ് ഇപ്പോൾ വൃത്തിയാക്കാനുള്ള ചെയ്ത വികാരം. അതായത് ഞാൻ ഇനി തിരിച്ചു വരുമ്പോൾ എനിക്ക് നല്ല വൃത്തിയുള്ള വീട്ടിലേക്ക് തന്നെ വരാമല്ലോ. അല്ലെങ്കിൽ പിന്നെ അതൊരു മടുപ്പായിരിക്കും. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് ഗ്രിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും പറക്കി ഗ്രിൽ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എത്തിയപ്പം ഇവിടെ എല്ലാവരും വന്നു കഴിഞ്ഞായിരുന്നു. എല്ലാ വെജിറ്റബിൾസും നമ്മൾ കട്ട് ചെയ്ത് ഇവർ സ്ക്വിയേഴ്സ്, അതായത് ഈ കമ്പിൽ കോർത്തിട്ടാണ് ഇവർ ഗ്രിൽ ചെയ്യാൻ വയ്ക്കുന്നത് വെജിറ്റബിൾസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പോർട്ടബിൾ ഗ്രിൽ സാധനമാണ്. ഇത് ഇവിടെ ജർമ്മനിലെ എല്ലാ മാർക്കറ്റ്സിലും നമുക്ക് കിട്ടും. ഇത് നമുക്ക് എവിടെ ഒരു 3 യൂറോസേ ഉള്ളൂ. ഇത് നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോയി ഇങ്ങനെ കത്തിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഗ്രിൽ ഐറ്റംസിൻ്റെ പുറത്ത് വെച്ച് ഗ്രിൽ ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ കത്തിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഒരു 10 to 20 മിനിറ്റ്സ്. അപ്പോഴത്തേക്കും ഈ തീയൊക്കെ തീർന്ന് കോള് മാത്രം നല്ല കനലായിട്ട് കത്തി നിൽക്കും. അതിനുശേഷമാണ് ഗ്രില്ല് തുടങ്ങേണ്ടത്. പക്ഷേ എനിക്ക് തോന്നി എന്താണെന്നോ, നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് നല്ല എരിവും പുളിയും എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. നമ്മൾ എരിയും സ്പൈസസ് ഒക്കെ ഇട്ടാണ് മിക്ക അൽഫാം പോലത്തെ എല്ലാം ചെയ്യുകയല്ലേ. പക്ഷേ ഇവർക്ക് അങ്ങനെ അധികം സ്പൈസസ് വേണ്ട. ഇവർക്ക് ആകെപ്പാടെയുള്ള സ്പൈസ് എനിക്ക് തോന്നുന്നത് പെപ്പറും സോൾട്ടും മാത്രമാണ് ഇവർ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ അത് സെറ്റായി. സോസേജസ് ആണ് ആദ്യം ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കുറേ പേര് സോസേജ് ഫാൻസ് ആണ്. അങ്ങനെ ബ്രെഡ് സോസേജ് ഞാൻ എല്ലാം കഴിച്ച് കഴിയുമ്പോഴാണ് ഇത് കാര്യം ആലോചിക്കുക, വീഡിയോ എടുക്കണമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ആ സോസേജും കഴിച്ചു. കുറ്റം പറയരുതല്ലോ, സാധനം പൊളിയായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കൈസസ്ലോട്ടിലെ ഫേവറേറ്റ് പീപ്പിളിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആർഷ ചേച്ചിയും അഷ്ഫക് ചേട്ടനും. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് കൈസസ് ലോട്ടലിൽ ഇത്രയും നാളും ഞാൻ ഇവിടെ 1 മാസം ഇല്ലാതിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എല്ലാ ഗോസിപ്പൊക്കെ കേട്ട് വായി നോക്കി ഇരിക്കുകയാണ്. ഇവിടെ സമ്മർ തുടങ്ങിയാൽ പിന്നെ പാർക്ക് ഇതേപോലെ ഫില്ലായിരിക്കും. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലെ പിക്നിക്ക് പോലെ ഇവിടെ വന്ന് ഒരു ബെഡ്ഷീറ്റൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് സൊറയൊക്കെ പറഞ്ഞിരിക്കും. അതാണ് നമ്മളും ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇവിടെ ആൾക്കാർ പോകുന്നതും വരുന്നതും പിള്ളേരുടെ കളിയും ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ചിരിച്ചും കളിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. സമ്മർ ആകുമ്പോൾ പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ ഐസ്ക്രീം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ഐസ്ക്രീമും മേടിച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് പോവുകയാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ സമയം 3 മണിയാണ്. പക്ഷെ അല്ല, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഇവിടെ സമ്മർ തുടങ്ങിയാൽ പിന്നെ ഒരു 10 മണിയൊക്കെ ആവും ഒന്ന് ഇരുട്ടി തുടങ്ങാൻ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇനി പെട്ടിയും തൂക്കി മ്യൂണിക്കിലേക്ക്. ച്യൂസ്.